ഹായ് ഫ്രണ്ട്സ്, ബി ആർ കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ക്രിസ്മസൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്രിസ്മസൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലായിരിക്കും എല്ലാവരും അല്ലേ? അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ നമ്മൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കി കഴിച്ച പോലെ തന്നെ ന്യൂ ഇയറിന് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഇത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കേക്കിനേക്കാളും സൂപ്പർ ടേസ്റ്റിൽ നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഈ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ആൽക്കഹോളിലൊന്നും ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടല്ല കേട്ടോ, അല്ലാതെ ഓറഞ്ച് ജ്യൂസിലാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും, എല്ലാവർക്കും ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൽ 2 ടീസ്പൂണ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ചെറു തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഉരുക്കിയെടുക്കാനായിട്ട്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. അപ്പോൾ നമുക്ക് ടീസ്പൂൺ കൊണ്ട് ഇളക്കുകയേ വേണ്ട കേട്ടോ. നമ്മളിങ്ങനെ പാത്രം തന്നെ പതുക്കെ ഇങ്ങനെ ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീസ്പൂണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ പഞ്ചസാരയ്ക്ക് നല്ല കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ചൂടുവെള്ളമാണ് ചേർക്കണത്. ആ വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് പഞ്ചസാര നന്നായിട്ട് ഉരുകി കിട്ടുകയും ചെയ്യും കേട്ടോ, കട്ട പിടിച്ചതൊക്കെ. അതിനുശേഷം നമ്മൾ അരമുറി ചെറുനാരങ്ങയുടെ നീരും ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കുക. നമ്മൾ ക്യാരമലൈസ് ചെയ്യണതിൻ്റെ കളറിനനുസരിച്ചാണ് നമുക്ക് കേക്കിനും കളർ കിട്ടുന്നത്. അത് കാരണം നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കരിയാതെ കൂടുതൽ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് കേക്കിന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏതുതരം ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ കറുത്ത മുന്തിരിയാണ് കുറച്ചധികം വേണ്ടത്. നമ്മളിപ്പോൾ ഒരുവിധമുള്ള എല്ലാ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം മുങ്ങിക്കിടക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജ്യൂസ് ഒഴിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫ്രൂട്ട്സിലേക്കൊക്കെ അത് വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിന് ആവശ്യമുള്ള പൊടികൾ അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണ് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂണ് ജാതിക്കാപ്പൊടി, 1/2 ടീസ്പൂണ് കറുവപ്പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗ്രാമ്പൂ പൊടിച്ചത്, 1/2 ടീസ്പൂണ് ചുക്കുപൊടി, ഇത്രയും ചേർത്തിട്ട് നമ്മൾ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നമുക്ക് 2 തവണയോ 3 തവണയോ നമുക്കിടെ ഇഷ്ടം അനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ. പൊടികളൊക്കെ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ മൈദക്കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഒന്ന് ഇളക്കിയിട്ടിട്ട് അതിലുണ്ടായിരുന്ന ഓറഞ്ച് ജ്യൂസ് അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ ഇപ്പോൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദക്കൂട്ടിൽ നിന്ന് ഒരു 2-3 ടീസ്പൂണ് മൈദ ചേർത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അത് 2-3 ടീസ്പൂണ്, അതിപ്പോൾ നമ്മൾ എത്ര ഫ്രൂട്ട്സ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മൈദക്കൂട്ടിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. 4-5 സ്പൂണൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ കണ്ട നമ്മൾ അതിൽ നിന്ന് മാറ്റി വെച്ച ഓറഞ്ച് ജ്യൂസാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇതിന് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാം കേട്ടോ. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫ്രൂട്ട്സിൻ്റെ കൂട്ടിലേക്ക് കുറച്ച് കശുവണ്ടി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്തു. പിന്നെ ഓറഞ്ച് സെസ്റ്റും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിന് ആവശ്യമുള്ള 2 മുട്ട എടുക്കാം. മുട്ട നമുക്ക് മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർക്കണത്. അത് കുറേശ്ശെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് ഒരു വെള്ള കളറ്, ക്രീം കളർ പോലെയൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കൂടി പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും 1/2 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും കൂടി ചേർത്തതിന് ശേഷം പിന്നെ ഒരു 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്, കുക്കിംഗ് ഓയിൽ. അങ്ങനെ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വലിയ സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ ആദ്യം അരിച്ച് വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട് കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അതിപ്പോൾ നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും ബാറ്ററിലേക്ക് എന്തെങ്കിലും ചേർത്ത് കഴിയുമ്പോൾ അത് കുറേശ്ശെയാണ് ചേർത്ത് ബീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് അറിയാം, എന്നാലും ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ക്യാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നാരങ്ങ നീരും നെയ്യും ചേർക്കണ കാരണമാണ് ഈ സിറപ്പ് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കട്ടയായി പോവാതിരിക്കണത് കേട്ടോ.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറപ്പ് ഫുള്ള് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബാറ്ററിലേക്ക് ക്യാരമൽ സിറപ്പ് ചേർത്ത് ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കളറ് നമുക്ക് ആവശ്യമുള്ള കളറായിന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് വെച്ചിട്ട് നിർത്തിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വല്ലാണ്ട് കുത്തിയെടുക്കാൻ പാടില്ല എന്ന് എല്ലാ തവണയും പറയണതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബാറ്റർ റെഡി ആക്കുമ്പോൾ വല്ലാണ്ട് ലൂസായി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ക്യാരമൽ സിറപ്പ് ചേർക്കുമ്പോൾ അതുകൊണ്ട് ആണ് ശ്രദ്ധിക്കണമെന്ന് പറയണത്. ഇനി എങ്ങാനും ഇച്ചിരി ലൂസായി തോന്നിക്കഴിഞ്ഞാൽ 2 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ഇളക്കിയിട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ടുള്ള പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച പാത്രം വെച്ച് കൊടുത്തിട്ട് അത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ മൂടി വെക്കുന്ന മൂടിയുടെ മുകളിൽ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടിഷ്യൂ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചൂട് അതിനകത്ത് നിൽക്കില്ലല്ലോ, പുറത്തേക്ക് പോവില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ നട്ട്സോ ഫ്രൂട്ട്സോ ഒന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളത് പതുക്കെ തുറന്നിട്ട് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുന്ന നട്ട്സും ഫ്രൂട്ട്സും ഒന്നും താഴേക്ക് പോവില്ല കേട്ടോ. ഒക്കെ മുകളിൽ ഇരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ട് നമുക്ക് അതൊന്നും താഴേക്ക് പോവാറില്ല, എല്ലാം മുകളിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് എൻ്റെ ബാറ്റർ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അപ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ കേക്ക് ബേക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കേക്കിൻ്റെ സ്മെല്ല് ശരിക്കും പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ കണ്ട കറക്റ്റ് ഒരു 35 മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ തുറന്നതിന് ശേഷം ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കി. അപ്പോൾ ടൂത്ത് പിക്കിൽ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ തീ ഒട്ടും കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിന് താഴെയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല കളറിൽ നമുക്ക് ഒട്ടും കരിയാണ്ട് കേക്ക് ബേക്കായി കിട്ടും കേട്ടോ. എനിക്കറിയാവുന്ന ടിപ്സ് ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് കണ്ടോ നല്ല കളറും ഉണ്ട്. പിന്നെ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കളറും വരുള്ളൂ, ടേസ്റ്റും വരുള്ളൂ കേട്ടോ. പിന്നെ ക്യാരമലൈസ് ചെയ്യുമ്പോൾ ഉള്ള കളറിനനുസരിച്ചാണ് കേക്കിൻ്റെ കളറും വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസിന് നമുക്ക് ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ ഇയറിനായാലും അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായാലും നമുക്ക് ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അങ്ങനെ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ പാത്രത്തിൽ നിന്ന് കേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? നമ്മുടെ കേക്ക് നല്ല രസമായിട്ട് കിട്ടിയില്ലേ? കണ്ടോ? അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പിന്നെ അതല്ല എല്ലാവരും ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്